നമസ്കാരം. നമ്മുടെ ജീവനും സ്വത്തിനും കേരള പോലീസ് സംരക്ഷണം തരാറുണ്ട് അല്ലേ? എന്നാൽ ഒരു അസുഖം വന്നിട്ട് കിടപ്പിലായി കഴിഞ്ഞാൽ ആര് സംരക്ഷണം തരും? കേരള പോലീസ് തരാൻ പറ്റുമോ? തീർച്ചയായും തരാൻ പറ്റില്ല. ആർക്ക് തരാൻ പറ്റും? തരാൻ പറ്റുന്ന ഒരാളുണ്ട്. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഏത് സമയത്ത് എത്ര വലിയ നിലയിലുള്ളവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും അസുഖങ്ങൾ എന്ന് പറഞ്ഞ സംഭവം എന്തായാലും വന്നിരിക്കും. കാരണം ആർക്കും വരാൻ പാടില്ല എന്നാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷേ എന്താ ചെയ്യുക, നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ സാഹചര്യം അങ്ങനെയാണ്. ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പകർച്ചവ്യാധികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള അസുഖങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പേര് പോലും അറിയാത്ത അസുഖങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ അസുഖങ്ങൾ നമുക്ക് എന്തെങ്കിലും പിടിപെടും എന്ന് നമ്മുടെ മനസ്സിൽ നമ്മളൊരു ചിന്താഗതി വെറുതെ വെച്ചേക്കണം. അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു ഇൻഷുറൻസ് പോളിസി കൂടി എടുത്തു വെക്കണം. അങ്ങനെ വന്നാൽ അതിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പണം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ സ്വത്തുക്കളൊക്കെ ഉണ്ട്. ആ സ്വത്തുക്കളൊക്കെ വിറ്റിട്ട് ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവസാനം ഒന്നുമില്ലാതായി പോകും. നമ്മൾ ഈ ചെറുപ്പകാലം മുതൽ ഒരു വലിയ ഒരു വയസ്സെത്തുന്നവരെ കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ച് നമ്മൾ ഉണ്ടാക്കിയ പണമൊക്കെ ആയിരിക്കും. അത്രയും ഹാർഡ് ഏൺഡ് മണി ഒറ്റയടിക്ക് ഒരു അസുഖത്തിലൂടെ കംപ്ലീറ്റ് വാനിഷ് ആവുന്നൊരു സാഹചര്യത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഞാനൊക്കെ ഒന്നും അല്ലാതായി പോകുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് തന്നെ അതെപ്പോഴും നമ്മൾ ഓർത്തിട്ട് നമ്മൾ ചെറിയൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കുക. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫാമിലി ഫ്ലോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ്. ഈ ഒരു പദ്ധതി പ്രകാരം നമുക്ക് ഒരൊറ്റ പോളിസി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും എന്നതാണ് അഡ്വാൻറ്റേജസ്. അപ്പോൾ വിശദാംശങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലെയുള്ള വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്? അത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഒരു വ്യക്തി അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ അഡ്മിറ്റ് ആവും. അവിടെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് പോകും. ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലുകാർ ഒരു ബില്ല് അടിച്ച് തരും. ആ ബില്ല് നമ്മളവിടെ പേയ്മെൻറ്റ് ചെയ്യും, നമ്മൾ തിരിച്ചു വരും. ഇപ്പോൾ നേരെ തിരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റിന് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ബില്ല് അടിച്ച് തരും, ഇത്ര പൈസ അടക്കണം എന്ന് പറഞ്ഞിട്ട്. അത് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ട്രീറ്റ്മെൻറ്റ് കിട്ടുള്ളൂ. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യമാണ് ഹോസ്പിറ്റലും ഈ അസുഖവും തമ്മിലുള്ള ബന്ധം. ഇനി ഇങ്ങനെയുള്ള ബന്ധം വന്നു കഴിഞ്ഞാൽ അവസാനമാണ് നമ്മുടെ കാശ് കൊടുക്കേണ്ട അവസരം വരുന്നത്, അല്ലെങ്കിൽ ആദ്യം തന്നെ കാശ് കൊടുക്കേണ്ട അവസരം വരും. അപ്പോൾ വലിയൊരു പണപ്പെട്ടിയും കൊണ്ട് തന്നെ നമ്മൾ പോകണം, അല്ലെങ്കിൽ കുറേ പൈസയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകണം. എന്നാൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ട്രീറ്റ്മെൻറ്റ് കിട്ടുള്ളൂ. ഇങ്ങനെ പണമൊന്നും എടുക്കാതെ സിമ്പിളായിട്ട് ഒരു ATM കാർഡ് എടുത്തിട്ട് പോയാലോ, ഒരു ATM കാർഡ് പോലത്തെ ഒരു സ്മാർട്ട് കാർഡും എടുത്തിട്ട് പോവാം. പൈസയൊന്നും വേണ്ട. ഇത് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റ് തരും. എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടും? സകലമായ ട്രീറ്റ്മെൻറ്റ് കിട്ടും. വേണമെങ്കിൽ അവിടത്തേക്ക് പോകാനുള്ള ആംബുലൻസ് തരും. എയർ ആംബുലൻസ് വേണം, എയർ ആംബുലൻസ് കിട്ടും. ഇനി അവിടെ വേണമെങ്കിൽ താമസിക്കുന്ന സമയത്ത് നല്ല AC റൂം നമുക്ക് വേണമെങ്കിൽ കിട്ടും. അതുപോലെ അവിടെ താമസിക്കുന്ന സമയത്ത് നമുക്ക് ഡെയിലി എക്സ്പെൻസിനായിട്ടുള്ള ഒരു പൈസ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. നമുക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനവും ഫ്രീ, നമുക്ക് വേണ്ട സർജറി ഫ്രീ. ഇങ്ങനെയുള്ള സകലമായ സാധനത്തിനുള്ള ചിലവ് ആര് മുടക്കും? ഈ പറഞ്ഞ ഇൻഷുറൻസ് പോളിസി എടുത്ത അതിൻ്റെ കമ്പനികൾ മുടക്കും. ഈ സ്മാർട്ട് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ കയറുന്നത് മുതൽ തിരിച്ചു വരുന്നത് വരെ കംപ്ലീറ്റ് ചിലവുകളും സൗജന്യമാണ്. ₹1 നമ്മൾ കൊടുക്കേണ്ട ആവശ്യകതയില്ല. അപ്പോൾ ഇത്തരത്തിലാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വാഹനങ്ങളൊക്കെ, വണ്ടിയൊക്കെ നമ്മൾ ഇടിക്കുമല്ലോ, ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഉടനടി നമ്മൾ ഷോറൂമിൽ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അത് കംപ്ലീറ്റ് റിപ്പയർ ചെയ്ത് തരും. വെഹിക്കിളിൻ്റെ ഇൻഷുറൻസ് പോളിസി ഉണ്ടാവും. ആ ഇൻഷുറൻസ് പോളിസിയിൽ അവരത് ക്ലെയിം ചെയ്തെടുക്കുകയാണ് പതിവ്. അതേപോലെയാണ് മനുഷ്യന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മനുഷ്യനുള്ള കാര്യങ്ങളൊക്കെ, ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അതിനുള്ള ചിലവ് കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും, അതിലൂടെ സെറ്റിൽമെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി 5 പൈസ പോയില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ്, മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉള്ളത്. ഇത് ഒരാൾക്ക് എടുക്കണമെന്ന് ചോദിച്ചാൽ നിർബന്ധമായിട്ട് എടുക്കണം. പലപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് എല്ലാവർക്കും ധാരണയുണ്ട്. എടുക്കാത്തതിൻ്റെ കാരണം പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇതിന് കൃത്യമായിട്ട് ഒരാൾ ഫോഴ്സ് ചെയ്യാനോ പറഞ്ഞു തരാനോ ഒരാളില്ല. സാധാരണ ലൈഫ് ഇൻഷുറൻസുകൾ LIC ഏജൻറ്റുമാർ നിങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ട് എങ്ങനെയാലും ഫോഴ്സ്ഫുള്ളി നിങ്ങളെ കൊണ്ട് ഒരു LIC പോളിസി എടുപ്പിച്ചിട്ടുണ്ടാവും. എടുത്ത ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ LIC പോളിസി എടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരിക്കലും നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് ആദ്യം വേണ്ടത് LIC പോളിസി അല്ല, നിങ്ങൾക്ക് വേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ LICയുടെ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു പോളിസിയുടെ പേയ്മെൻറ്റ് പോലും നിങ്ങൾക്ക് അടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്തിപ്പെടും. അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഇമ്പോർട്ടൻറ്റ്. അതിനോടൊപ്പം ഈ പറഞ്ഞ ലൈഫ് ഇൻഷുറൻസോ ടേം ഇൻഷുറൻസോ ഒന്നുകൂടി എടുത്തു വെക്കുക. ഞാൻ പറഞ്ഞത് ഇതിനെ മോശമായിട്ട് പറഞ്ഞതല്ല. ടേം ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് അത് ഇമ്പോർട്ടൻ്റ് ഘടകം തന്നെയാണ്, നമ്മുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനോടൊപ്പം ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അതിൽ ട്രീറ്റ്മെൻറ്റിലെ പൈസ
പൈസ കൂടി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഹെൽത്ത് ഇൻഷുറൻസ്. നമ്പർ 2 എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസോ ഓർ ടേമോ, ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിൽ എടുക്കാം. നമ്പർ 3 എന്ന് പറഞ്ഞാൽ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു സർട്ടൈൻ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. ഇനി ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് പോളിസീസ് ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇതെടുക്കണോ അതെടുക്കണോ അതെടുക്കണോ നമ്മൾക്ക് ഇങ്ങനെ കൺഫ്യൂഷനാവും. ചിലർക്ക് സ്റ്റാർ ഹെൽത്ത് ആയിരിക്കും ബെസ്റ്റ്, ചിലർ HDFC കാരനെ കണ്ടപ്പോൾ അതാണ് ബെസ്റ്റും തോന്നും, ചിലർക്ക് നിവ ബൂപ്പ കാണുമ്പോൾ അത് ബെസ്റ്റും തോന്നും, ഫ്യൂച്ചർ ജനറാലി കാണുമ്പോൾ അത് ബെസ്റ്റും തോന്നും, SBI കാണുമ്പോൾ അത് ബെസ്റ്റും തോന്നും. അങ്ങനെ പല കമ്പനിയിലെ പല ആൾക്കാരെയും വിളിക്കുമ്പോൾ അതാണ് ബെസ്റ്റ്, ഇതാണ് ബെസ്റ്റ്, അതാണ് ബെസ്റ്റ്, ഇതാണ് ബെസ്റ്റ് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അത് യൂട്യൂബിനകത്ത് ഒരുപാട് വീഡിയോ ഉണ്ടാവും. ഹെൽത്ത് ഇൻഷുറൻസ് അടിച്ച പലരുടെ വീഡിയോ ആണ്. ഇതൊക്കെ ഓരോന്ന് നോക്കുന്ന സമയത്ത് മൊത്തം കൺഫ്യൂഷൻ. ഓരോ കമ്പനികളുടെ ഏജന്റുമാരാണ് പല വീഡിയോകളും ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷനായിട്ട് നമുക്കൊന്നും സെലക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെടും. ഞാനടക്കം എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനുള്ള ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ പിന്നെ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരില്ല. 2 പോയിന്റുകളുണ്ട്. നമ്പർ 1, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണ് അവരെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഏറ്റവും നല്ല ഹോസ്പിറ്റൽ, ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്, അധികം മോശം പേരൊന്നും കേൾക്കാത്ത നല്ല ഹോസ്പിറ്റലുകൾ നമ്പർ നോട്ട് ചെയ്ത് വെക്കാം. ഹോസ്പിറ്റലിൻ്റെ പേര് നോട്ട് ചെയ്ത് വെക്കാം. നമ്പർ 2, മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം, അതായത് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല, ലൈക്ക് സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, കിഡ്നി മാറ്റി വെക്കുക, അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വലിയൊരു മെഡിക്കൽ കോളേജ് ലെവലിലുള്ള ഹോസ്പിറ്റൽസ് ഉണ്ടാവും. അത്തരത്തിലുള്ള ഹോസ്പിറ്റലിൻ്റെ പേരും 1-2 എഴുതി വെക്കുക. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് എഴുതി എടുക്കുക. തൊട്ടടുത്തുള്ള 2 ഹോസ്പിറ്റലുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ദൂരമാണ്, പക്ഷേ വലിയ മെഡിക്കൽ കോളേജ് ലെവലിലുള്ള വലിയ ഹോസ്പിറ്റലാണ്. അപ്പോൾ അങ്ങനെ 2 ഹോസ്പിറ്റൽ റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 ഹോസ്പിറ്റലിലും നെറ്റ്വർക്ക് ക്യാഷ്ലെസ്, അവിടെ കയറി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ സ്മാർട്ട് കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു 5 പൈസ പോലും വാങ്ങിക്കാത്ത ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനി ഉണ്ട്. അവയെ നമ്മൾ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ അടുത്ത ഡ്യൂട്ടി. അപ്പോൾ ഇത് കണ്ടെത്തണം. പല കമ്പനികളും വിളിച്ചിട്ട് പറയും, നിങ്ങൾക്ക് ക്യാഷ്ലെസ് ഇല്ലെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ബില്ല് തരാം, ബില്ല് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ തരാം. ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും ഒരു മേജർ സർജറി വന്നു 25 ലക്ഷം, ഇത് എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കും? ഇത് കൊടുത്തെങ്കിലല്ലേ അവർ സർജറി ചെയ്യൂ. ഇത് സർജറി ചെയ്തെങ്കിലല്ലേ നമുക്ക് ബില്ല് കിട്ടും. ബില്ല് കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ ക്ലെയിം ചെയ്യാൻ പറ്റൂ. ഇനീഷ്യലി നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും നടക്കുന്ന കാര്യമേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇങ്ങനെ ബൊബായി പറഞ്ഞേക്കുക. അവിടെ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നാൽ മാത്രം നിങ്ങളത് നോക്കുക. അപ്പോൾ ഈ ക്യാഷ്ലെസ് 2 ഹോസ്പിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേത് കമ്പനിയാണെങ്കിലും അപ്പം തന്നെ അവരുടെ ഒരു പോളിസി നിങ്ങൾ എടുത്തു വെച്ചേക്കുക, ഇൻസ്റ്റൻ്റ് ആയിട്ട് എടുത്തു വെച്ചേക്കാം. പിന്നെ ബാക്കി വരുന്ന മുറയ്ക്ക് കാണാം. കാരണം ഈ കമ്പനികളൊക്കെ പറയാം, മറ്റുള്ള കമ്പനികളൊക്കെ പറയാം, ഞങ്ങൾ അടുത്ത വർഷം അവിടെ ആ ഹോസ്പിറ്റലുമായിട്ട് കണക്റ്റഡ് ആവും, പിറ്റത്തെ വർഷം കണക്റ്റഡ് ആവും എന്നൊക്കെ പറയും. അപ്പോൾ അവരോട് പറയാം, നിങ്ങൾ കണക്റ്റഡ് ആവുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിക്ക്, ഞാൻ അപ്പോഴേക്കും ഈ പോളിസിയിൽ നിന്ന് അങ്ങോട്ട് മാറിയേക്കാം. കാരണം നമ്മൾക്ക് പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. നമ്മുടെ സിം പോർട്ട് ചെയ്യുന്നില്ലേ, ഐഡിയ, ജിയോ, BSNL, അതേപോലെ തന്നെ ഈ പോളിസി ഓരോ കമ്പനിയിൽ നിന്ന് അടുത്ത കമ്പനിയിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്ത് പോകാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് വളരെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ള പോളിസി എടുത്താൽ മതി. ഒരു 5 ലക്ഷത്തിൻ്റെയോ 3 ലക്ഷത്തിന് 2 ലക്ഷത്തിൻ്റെയോ 10 ലക്ഷത്തിൻ്റെയോ ഒക്കെ എടുക്കുക. ഇനി ഇതൊന്നും എടുക്കാൻ പറ്റാത്തവർ അപകട മരണ ഇൻഷുറൻസ് പോളിസികൾ ഒരുപാടെണ്ണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട ജൻധൻ യോജന അക്കൗണ്ട് വഴിയും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വഴിയും അതൊക്കെ എടുക്കാൻ പറ്റാത്ത പൈസ ഇല്ലാത്തവർ അങ്ങനെ ഒന്നുകൂടി ട്രൈ ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കും. ഇൻഷുറൻസിലേക്ക് വരുമ്പോൾ ഇതിൽ ഒരുപാട് പദ്ധതികളുണ്ട്. ഇതിൽ ഫാമിലി ഫ്ലോട്ടർ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. ഫാമിലി ഫ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഇൻഷുറൻസ് ആണ്. അതിൽ നമ്മുടെ ഫാമിലി, കുട്ടികൾ, നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വരുന്ന ഒരു ഫാമിലി ഫ്ലോട്ടർ പോളിസിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോരാൾക്കും സെപ്പറേറ്റ് എടുക്കേണ്ട, ഒറ്റ പോളിസി എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടിയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും എന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മാത്രമല്ല മൊത്തത്തിൽ ഒരു ചീപ്പായിട്ടുള്ള ഒരു റേറ്റിലാണ് നമുക്കത് കിട്ടുക. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് ചീപ്പായിട്ടുള്ള റേറ്റ് കിട്ടും. ഓരോ വ്യക്തിയുടെ പേരിൽ എടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 80D പ്രകാരം നിങ്ങൾക്ക് ആദായ നികുതിയിൽ ഇളവ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു അങ്ങനെയുള്ള ക്യാഷ്ലെസ് ട്രീറ്റ്മെൻ്റ് ഒക്കെ കിട്ടും. അപ്പോൾ പോളിസി നോക്കണം, അവർ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ അതിന് നെറ്റ്വർക്ക് ഇല്ലാത്ത ഹോസ്പിറ്റലാണ് എടുക്കുന്നതെങ്കിൽ, അങ്ങനത്തെ പോളിസിയാണ് എടുക്കുന്നതെങ്കിൽ, അങ്ങനത്തെ കമ്പനിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഫാമിലി ഫ്ലോട്ടർ, ഫാമിലി ആണെങ്കിൽ ഫാമിലി ഫ്ലോട്ടർ എടുക്കുക, ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പോളിസി എടുക്കുക. എന്തായാലും എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. നമുക്ക് എന്തായാലും അടുത്ത ദിവസം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ലൈവിൽ എങ്ങനെ എടുക്കാം, നല്ല കമ്പനികൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തു. അതിൻ്റെയൊക്കെ ഒരു Q&A വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളീഗ്സ് എല്ലാവർക്കും വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്, എല്ലാവരും എടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് ഷോണി സൈനിങ് ഓഫ്. ബൈ.